ഇപ്പോൾ ഇസ്രയേൽ അഷ്കലോണിൽ നിന്ന് ഷെർലി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷെർലി, നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നിലവിലെല്ലാം ശാന്തമായിട്ടുണ്ട്. ഇത്ര നേരം ഒരു അരമണിക്കൂർ മുമ്പ് പറയാൻ പറ്റാത്ത രീതിയിൽ മിസൈൽ വർഷം ഉണ്ടായിരുന്നു. ആം, എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ്. പറഞ്ഞതുപോലെ ടെലവിൽ നടന്ന വെടിവെപ്പിൽ മരണം ഉണ്ടായിട്ടുണ്ട്. അതിനങ്ങേപ്പുറത്തേക്ക് ആർക്കും ഭയപ്പെടേണ്ട ഒരു പ്രശ്നമില്ല. കാരണം ആദ്യമേ തന്നെ അലർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള അലർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണ് ഇരുന്നിട്ടുള്ളത്. എല്ലാവരും തന്നെ ബങ്കറിലായിരുന്നു. അതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായതായിട്ട് ഇതുവരെ ആർക്കും അറിയത്തില്ല. അതുപോലെ പ്രത്യേകിച്ച് മലയാളികൾക്കൊന്നും എല്ലാവരും സേഫാണ്. ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും ഒരു 15 മിനിറ്റ് ഒരു ഭീകരാന്തരീക്ഷം തന്നെ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ആയിരുന്നുവല്ലോ, അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം, അങ്ങനെ നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നുമില്ല അല്ലേ ഷെർലി? ഇല്ല. പുറത്തിറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ്, ഞാൻ ബംഗാളിലായിരുന്നു. ബംഗാളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാവരും തന്നെ ബംഗാളിൽ നേരത്തെ ഒരു മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ട് എല്ലാവരും തന്നെ ബംഗാളിലായിരുന്നു. ഒരപകടങ്ങളും ആരെയും തന്നെ ഇത് ബാധിച്ചിട്ടില്ല. പക്ഷേ പറഞ്ഞ കണക്ക് ടെലവിൽ നടന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്നാൽ എല്ലാം പുറത്തേക്ക് റിപ്പോർട്ട് വന്നോ എന്ന് ചോദിച്ചാൽ ഇത്ര സമയം കൊണ്ട് ഒരുപക്ഷെ വന്നിട്ടുണ്ടാവില്ല. എങ്കിലും എന്റെ അറിവില്, അതായത് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും മലയാളികളുടെ കൂട്ടായ്മകളും ഒക്കെ ഉള്ളത് കൊണ്ട് ആരും തന്നെ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു ശരിക്കും ഒരു ഭീകരാന്തരീക്ഷം തന്നെ ആയിരുന്നു. നമ്മള് പെട്ടെന്ന് ആ ഒരു 15 മിനിറ്റ് തുടർച്ചയായി മഴ പോലെ തന്നെ മിസൈലുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഈ ഷെർലി, നേരത്തെയും എല്ലാവരും പല പുറത്തേക്ക് സമയങ്ങളിലായിട്ട് ഈ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇസ്രയേലിന് നേരെ. ഇന്നുണ്ടായതുപോലെ ഒരു ആക്രമണം ഷെർലി ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഈ ഇപ്പോഴും തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അന്ന് ഞാൻ ഇതുപോലൊക്കെ തന്നെ വന്ന് പറഞ്ഞതാണ്. ആ അന്ന് തുടങ്ങിയ പ്രശ്നമാണിത്. ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. ഇപ്പൊ ദേ ഒരു വർഷം ആകാൻ പോകുന്നു. അന്നത്തെ ആ ഒരു ഭീകരാവസ്ഥയുടെ നടുക്കുണ്ടായിരുന്ന ആളാണ് ഞാൻ. ആ ഏറ്റവും വലിയ മരണങ്ങളൊക്കെ നടന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ രാത്രി തന്നെ മാറ്റുകയാണ് ചെയ്തത്. അന്നും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ടും മിസൈൽ ഇതിൽ കൂടുതലുണ്ടായിരുന്നു എന്നാണ് എനിക്ക്. കാരണം അത് മണിക്കൂറുകളോളം നിന്നിരുന്നു. ഇപ്പോൾ ഈ നേരത്തെ ഒരു ഇന്ത്യൻ എംബസിയുടെ ഒരു കുറിപ്പൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടെ ഈ പുറം യാത്രകൾ ഒഴിവാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കുറിപ്പൊക്കെ വന്നിരുന്നു അല്ലേ? അതെ. എല്ലാവരും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇങ്ങനൊരു അവസ്ഥ ഇപ്പം ഈ ഒരു വർഷമായിട്ട് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു അവസ്ഥ ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ സാഹചര്യം കൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നു. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. ഇസ്രായേലിന്റെ ഒരു സുരക്ഷയിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. ഈ ഷെർലിയുള്ള അഷ്കലോണിലാണല്ലോ അല്ലേ ഈ ആക്രമണം അതെ. ഉണ്ടായത്? ഈ മറ്റിടങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നോ? എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നോ? സംസാരിച്ചു. ഭയങ്കര മിസൈൽ വർഷമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് എന്നെ പരിചയമുള്ളവർ എല്ലാവരും ഷെയർലി സേഫ് ആണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുകയും അവരോട് ചോദിച്ചപ്പം ഭയങ്കരമായിട്ടും ആ ഒരു 15-20 മിനിറ്റോളം നിന്ന് മിസൈലായിരുന്നു. ഇവിടെ ഏത് സ്ഥലത്താണ് മിസൈൽ വന്നിട്ടില്ലാത്തത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥലം ഇതുവരെ കണ്ടില്ല. പക്ഷെ ഒരുപാട് പേര് അവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ അറിയാൻ കഴിയുന്നത് ആർക്കും ആളപായമൊന്നുമില്ല. ഒരു ഒന്നോ രണ്ടോ പേർക്ക് ചെറിയ പരിക്കേറ്റതായുള്ള ഒരു റിപ്പോർട്ടൊക്കെയാണ് ഇപ്പോൾ അതെ. വരുന്നത്. പരിക്കേറ്റതായിട്ട്. അതെ. പിന്നെ ടെല്ലവീവിൽ നടന്ന പ്രശ്നം ഇച്ചിരി സീരിയസ് ആണ്. അവിടെ മരണം ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ നടന്നൊരു വെടിവെപ്പാണ്. അത് മറ്റേതെങ്കിലും സംഭവമാണോ? അതിന്റെ വിശദാംശം? വെടിവെപ്പില്. അതെ. അത് നമ്മൾ വെടിവെപ്പില്. അതെ. അതെ. അപ്പോൾ ഷെർലി, അപ്പോൾ തീർച്ചയായും അപ്പം സുരക്ഷിതയായിട്ട് ഇരിക്കുക. എന്തെങ്കിലും വിവരങ്ങൾ വേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും. നമ്മൾ ഷെർലിയെ ബന്ധപ്പെടാം കേട്ടോ. അതെ. ആരും മലയാളികൾ ആരും വാർത്തകൾ ഞാനും കാണുന്നുണ്ട്. മലയാളികൾ ആ, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ശ്രദ്ധയോട് കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സമാധാനമായിട്ട് എല്ലാവരും ഉറങ്ങുക. ശരി. അപ്പോൾ ഓക്കെ. അഷ്കലോണിൽ നിന്ന് ഷെർലിയാണ് പ്രതികരിച്ചത്.